ലോകത്തെ വിറപ്പിച്ച ഒരു രാജാവ്, സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരി. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് മുന്നിൽ തലകുനിച്ചു. പക്ഷേ അവസാനം അല്ലാഹുവിൻ്റെ ഒരു ചെറിയ സൃഷ്ടിയുടെ മുമ്പിൽ അദ്ദേഹം തോറ്റുപോയി. ആരായിരുന്നു ആ രാജാവ്? അദ്ദേഹമായിരുന്നു നമ്രൂദ്. അതിശക്തമായ ഒരു രാജാവായിരുന്നു. അധികാരവും സമ്പത്തും അദ്ദേഹത്തെ അഹങ്കാരിയാക്കി. പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്തിനു ശേഷം മനുഷ്യർ വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. അല്ലാഹുവിനെ മറന്ന് പലരും അധികാരത്തെയും സമ്പത്തിനെയും ആരാധിക്കാൻ തുടങ്ങി. അത്തരമൊരു കാലത്താണ് ഒരു രാജാവ് ഉയർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്രൂദ്. ചരിത്ര വിവരണങ്ങൾ പ്രകാരം അദ്ദേഹം വിശാലമായൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യം ശക്തമായിരുന്നു. സമ്പത്ത് അളവറ്റതായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ഭയപ്പെട്ടു. കാലം കടന്നപ്പോൾ അധികാരം അദ്ദേഹത്തെ അഹങ്കാരിയാക്കി. ഒടുവിൽ മനുഷ്യനല്ലാത്ത ഒരു സ്ഥാനം അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. ഞാനാണ് നിങ്ങളുടെ പരമാധികാരി. ഇതൊരു സാധാരണ രാജാവിൻ്റെ വാക്കുകളായിരുന്നില്ല. സൃഷ്ടാവിൻ്റെ സ്ഥാനത്തേക്കുള്ള വെല്ലുവിളിയായിരുന്നു. ഒരു മനുഷ്യന് തുടർച്ചയായി വിജയം ലഭിച്ചാൽ ചിലപ്പോൾ അവൻ തൻ്റെ ശക്തി സ്വന്തം കഴിവ് മാത്രമാണെന്ന് കരുതും. നമ്രൂദിനും അതുതന്നെയായിരുന്നു. സൈന്യം അവൻ്റേത്, കൊട്ടാരങ്ങൾ അവൻ്റേത്, ധനം അവൻ്റേത്. ജനങ്ങൾ അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ അദ്ദേഹം കരുതി, എന്നേക്കാൾ ശക്തൻ ആരുമില്ല. എന്നാൽ ലോകത്തിലെ എല്ലാ അധികാരവും അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. അതിൽ പരാജയപ്പെട്ടാൽ അധികാരം തന്നെ നാശത്തിൻ്റെ കാരണമാകും. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന ഒരു വിവരണം ഇങ്ങനെയാണ്. ഒരു രാത്രി നമ്രൂദ് ഒരു ഭയാനകമായ സ്വപ്നം കണ്ടു. ആകാശത്തേക്ക് ഒരു പ്രകാശം ഉദിച്ചു. ആ പ്രകാശം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ കീഴടക്കി. അദ്ദേഹം സ്വപ്ന വിദഗ്ധരെയും ജ്യോതിഷികളെയും വിളിച്ചു. അവർ പറഞ്ഞു, ഈ നാട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കും. അവൻ നിന്റെ വ്യാജാധികാരത്തിന് വെല്ലുവിളിയാകും. ഈ വാക്കുകൾ കേട്ട നമ്രൂദ് ഭയന്നു. അധികാരമുള്ളവർക്ക് ഏറ്റവും വലിയ ഭയം എന്താണ്? സത്യം. സ്വന്തം സിംഹാസനം രക്ഷിക്കാൻ നമ്രൂദ് ഭയാനകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതായി ചരിത്ര വിവരണങ്ങൾ പറയുന്നു. ഒരു വർഷം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക. സൈനികർ വീട് തോറും പരിശോധന നടത്തി. നിരപരാധികളായ കുടുംബങ്ങൾ കരഞ്ഞു. എന്നാൽ അല്ലാഹുവിൻ്റെ തീരുമാനത്തെ ഒരു രാജാവിനും തടയാൻ കഴിഞ്ഞില്ല. മനുഷ്യൻ പദ്ധതിയിടും, പക്ഷേ അല്ലാഹുവിൻ്റെ പദ്ധതി അതിലും മഹത്തരമാണ്. ഇതേ സമയത്താണ് ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിൻ്റെ ജനനത്തിനു വേദിയൊരുക്കപ്പെട്ടത്. ആ കുഞ്ഞ് പിന്നീട് ലോകത്തോട് ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ച പ്രവാചകനാകും. ആ കുഞ്ഞാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ നമ്രൂദ് സത്യം അംഗീകരിച്ചില്ല. പകരം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഒരു വലിയ തീയിൽ എറിയാൻ ഉത്തരവിട്ടു. എന്നാൽ അല്ലാഹു തീയോട് കൽപ്പിച്ചു, ഇബ്രാഹിമിനെ ശീതളവും സുരക്ഷിതവുമാക്കുക. അങ്ങനെ തീ അദ്ദേഹത്തെ ദഹിപ്പിച്ചില്ല. എന്നിട്ടും നമ്രൂദ് തൻ്റെ അഹങ്കാരം ഉപേക്ഷിച്ചില്ല. ഒടുവിൽ അല്ലാഹു ഒരു ചെറിയ കൊതുകിനെ കാരണമാക്കി അവൻ്റെ ശക്തിക്ക് അറുതി വരുത്തിയതായും ഇസ്ലാമിക പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്നു. ലോകം കീഴടക്കാൻ ശ്രമിച്ചവന് ഒരു ചെറിയ ജീവിയെപ്പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല.